തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയ രക്ഷാപ്രവർത്തനം ഊർജിതം. തിരുനെൽവേലിയിലെ പാളയംകോട്ടയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തൂത്തുക്കുടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്തു. ഇന്നലെ ഗവർണർ ആർ.എൻ. രവിയുടെ അധ്യക്ഷതയിൽ വിവിധ സേനാ വിഭാഗങ്ങളിലെയും കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാരുമായും ആശയവിനിമയം നടത്തി. കരസേനയുടെ മദ്രാസ് റെജിമെന്റൽ കേന്ദ്രത്തിൽ നിന്ന് കരിങ്കുളം, ആദിച്ചനെല്ലൂർ എന്നിവിടങ്ങളിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. 2 ഹെലികോപ്റ്ററുകളിൽ നിന്നാണ് വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിൽ ഭക്ഷണപ്പൊതികൾ നൽകിയത്. തൂത്തുക്കുടിയിൽ നിന്ന് 17 പേരെ ഹെലികോപ്റ്ററുകളിൽ രക്ഷപ്പെടുത്തിയതായി തമിഴ്നാട് പുതുച്ചേരി കമാൻഡിംഗ് ഫ്ളാഗ് ഓഫീസർ റയർ അഡ്മിറൽ രവികുമാർ ധിംഗ്ര പറഞ്ഞു. തൂത്തുക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി തീരസംരക്ഷണ സേന അറിയിച്ചു. മേഖലയിൽ 6 ദുരന്ത നിവാരണ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ വ്യോമസേനയും രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമാണ്. പ്രളയം 40 ലക്ഷത്തിലധികം ആളുകളുടെ ജീവിതത്തെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.